ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് വെറും തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല. സ്വപ്നങ്ങളോ പ്രായോഗികതയോ ഇല്ലാത്ത, യാഥാർത്ഥ്യബോധമില്ലാത്ത പൊള്ളയായ പ്രഖ്യാപനങ്ങളുടെ ഭാണ്ഡക്കെട്ടാണ് ഇതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 50% പോലും പദ്ധതി ചെലവ് നടത്താൻ കഴിയാത്ത സർക്കാരാണ് ഇപ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന് ചെന്നിത്തല പരിഹസിച്ചു. ഈ ഗവൺമെന്റിന് ആകെ 1.5 മാസമാണ് കാലാവധി ബാക്കിയുള്ളത്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഏത് പദ്ധതിയാണ് നടപ്പാക്കാൻ കഴിയുന്നത്? ഇത് ജനങ്ങളെ കബളിപ്പിക്കൽ മാത്രമാണ്. തോമസ് ഐസക്കിന്റെ കാലത്ത് പ്രഖ്യാപിച്ച 2500 കോടിയുടെ കുട്ടനാട് പാക്കേജും വയനാട്, ഇടുക്കി പാക്കേജുകളും എങ്ങും എത്തിയില്ല. പ്രഖ്യാപനങ്ങളല്ലാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബജറ്റിൽ ഒന്നുമില്ല. കേരളയിൽ നടപ്പാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെ ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു. ഒരു ഭാഗത്ത് അതിവേഗ പാതയെന്നും മറുഭാഗത്ത് കേരളയിലെന്നും പറയുന്നു. ഇതിലേതാണ് ശരിയെന്ന് സർക്കാരിന് തന്നെ വ്യക്തതയില്ല. UDF വികസനത്തിന് എതിരല്ല. എന്നാൽ കേരളയിൽ പദ്ധതിയിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. വൻതോതിൽ കടമെടുപ്പാണ് ഇതിനാവശ്യം. റെയിൽവേ പാളങ്ങളിലെ വളവുകൾ നിവർത്തിയും സിഗ്നലിംഗ് പരിഷ്കരിച്ചും നിലവിലുള്ള പാത വേഗത്തിലാക്കാൻ കഴിയും. പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്ന ആ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥന. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ